ഹേ ഗെയ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള വേറെ ഒന്നിനല്ല കേട്ടാ. നമ്മളിന്ന് നമ്മുടെ ഈ വണ്ടി കൊടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി വാങ്ങാൻ പോകാൻ കേട്ടാ. അത് വേറൊരു കിടിലം വണ്ടിയാണ് ഗെയ്സ്. നിങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ നമുക്ക് ആ വണ്ടി ഏതാന്ന്. നമുക്ക് നേരെ ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ വളച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നേരെ കൂട്ടുകാരൻ്റെ വീടെന്ന് പറയണത് ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഉള്ളൂ ഗെയ്സ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. നമ്മുടെ പോലത്തെ വേറെ കുറേ കാറുകൾ കണ്ടിട്ടുണ്ട് അവിടെ. അവന് എന്തുകൊണ്ടാണ് ഈ കാറ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതെന്നറിയില്ല. കാരണം അത്രയ്ക്കും ഭംഗിയുള്ള കാറാണ് ഗെയ്സ്. കാറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, സർപ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയി നമ്മൾ GTA വാങ്ങിയ കട ഇതാണ് ഗെയ്സ്. നമ്മുടെ കൂട്ടുകാരൻ്റെ വീടെന്ന് പറയണത് ഇതാ കാണുന്ന മഞ്ഞ വീടാന്ന് തോന്നുന്നുണ്ട്. അവിടെ അത് അയ്യോ അവിടെ മഞ്ഞ കാണില്ലല്ലോ. ഇതാ അടുത്ത നമ്മുടെ പോലത്തെ കാറ്. എൻ്റെ തന്നെ ഇതിന് ഈ കാറ് വാങ്ങണ കടയിൽ നിന്ന് വാങ്ങിക്കൂടെ? കുറച്ച് കാശുള്ള കേസ് ഈ കാറ് ഞാൻ വാങ്ങിയത്. നോക്കാം, ദാ കാണുന്ന മഞ്ഞ വീടാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും വേറെ വല്ല വീടുകളും ഇവിടെ ഉണ്ടോ നമുക്ക് പോയി നോക്കാട്ടാ. അവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതാണെങ്കിൽ തന്നെ അവിടെ ആരും ഇല്ല, വണ്ടി പോലും കാണുന്നില്ല ടേസ്. നമുക്ക് എന്തായാലും പോവാം. പോയിതാ വീണ്ടും നമ്മുടെ പോലത്തെ ഒരു കാറ്. അവിടെ ഒരു നീല വീട് കണ്ട അതാവില്ല ഗൈസ്. എന്നാലും നമുക്കൊന്ന് വളയ്ക്കാം. അത് വട്ടട്ടോക്കാട്ടാ ഈ ഭാഗം. ഇപ്പം ഇവിടെ എവിടെയെങ്കിലും കണ്ടാലോ. എന്താ ഇത് ഇവിടെ വല്ല ജുറാസി പാർക്കാണോ? വണ്ടി കണ്ടില്ല. ഇവിടെ നിറച്ച് മറ്റേ കമ്പ്യൂണ്ട് മതിലുണ്ടാക്കി വെച്ച ഗൈസ്. എന്താ വണ്ടി ഇവിടെ ഒരു ഇടി കഴിഞ്ഞ്. എന്താണ് ഈ നമ്മുടെ കയ്യിലെന്തി വണ്ടി നിൽക്കാത്തേ? എപ്പോഴും വണ്ടി ഇടിയാലോ. അങ്ങനെ ഇടിയോളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് വെച്ച് നമുക്ക് കത്തിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആ മഞ്ഞ വീട്ടിലേക്ക് തന്നെ പോവാം. ഇതാണെന്നുകൊണ്ട് ആ മഞ്ഞ വീട് എവിടെ എത്തിയിട്ടാ മഞ്ഞ വീട്. കാർ എവിടെയുള്ളത് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ഈ വീടും ചുറ്റിയൊക്കെ ഒരു കാർ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടവൻ. അപ്പോൾ കാർ ഏതാന്ന് ഗസ് ചെയ്യുക. എന്തായാലും ഇതിൽ പറയുമല്ലോ, നിങ്ങൾ ഗസ് ചെയ്യുക. അപ്പോൾ ഈ കാറ് കാണുന്നേക്ക് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരും ലൈക്കും കൂടി ചെയ്യാട്ടാ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് ലൈക്കും ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ് ഗൈസ്. അപ്പോൾ കാർ പോച്ച് ഇവിടെ ഉണ്ടെന്നാലേ പറഞ്ഞത്. എത്ര ഒരു ചുറ്റിനുണ്ട്, കാറ് കാണുന്നില്ല, കാർ പോച്ചും കാണുന്നില്ല. എന്തായാലും നമുക്ക് ഒന്നും കൂടി വന്ന വഴി തന്നെ കാരണം. നേരത്തെ ഇങ്ങനെയല്ലേ വഴി, ഇനി ഇങ്ങനെ പോയേക്കാം. കുന്തം പോയ കുളത്തിൽ നിന്നപ്പെടുന്നല്ലേ, കുടത്തിൽ നിന്നപ്പെടുന്നല്ലേ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഇടി നടന്നിട്ടുണ്ട്. നമ്മുടെ കാർ തന്നെയാണ്. അപ്പോൾ ഇതങ്ങനെ പോയിട്ട് ഇതിങ്ങനെ പോവാം. ഇതിങ്ങനെ പോകുമ്പോൾ കാണും അങ്ങനെ പോകണമെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടിയും പോവാം. കണ്ടു മോനെ, അതിൻ്റെ ഉള്ളിൽ കാറിരിക്കുന്നുണ്ട് കണ്ടാ. ചെറുതായിട്ട് കണ്ടില്ലേ? നിങ്ങൾ ഊഹിച്ച് നോക്കിയേ, ഊഹിച്ച പോലെ തന്നെ ആയോ നോക്കിട്ടെ ഗൈസ്. ആ കാർ ഏതാന്ന് ഇവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല, ചിലർക്ക് മനസ്സിലാവും. എന്നാൽ ഞാൻ പറയാം ഗൈസ്, അതാണ് ഗൈസ് ബുഗാട്ടി. അപ്പോൾ ഈ നമ്മൾ വാങ്ങിയത് വേറൊരു കാറല്ല, ബുഗാട്ടിയാണ് ഗൈസ്. നമ്മുടെ കൂട്ടുകാരൻ നമുക്ക് വേണ്ടി തന്ന കാറാണ് ഗൈസ് ബുഗാട്ടി. എന്തുകൊണ്ടാണ് എൻ്റെ പേട്ട കാർ എടുത്തിട്ട് അവൻ ഈ കാർ തന്നതെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരുടെ പൊട്ടത്തരംകാരനെ എനിക്ക് കിട്ടിയത് നല്ലൊരു കാറാണ്. ഈ കാർ അല്ലെങ്കിൽ തന്നെ വിൽക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഫ്രീ ആയിട്ടൊരു കാർ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. എന്തായാലും നമ്മളൊരു കാർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത സ്ഥിതിക്ക് ഈ കാർ നമ്മളവിടെ കയറ്റി വെക്കേണ്ടത് അതിലൊരു മര്യാദ. കൂട്ടുകാരന് പക്ഷേ അവിടെ കാണുന്നില്ല, അവനോട് പറയാം ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. കാർ പോച്ചൊക്കെ പൂട്ടി ചൂടാവോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കള്ളന്മാർ കയറിയല്ലോ. അങ്ങനെ ഈ കാർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കാറിൻ്റെ ലുക്ക് അങ്ങോട്ട് നോക്കി നോക്കാം ഗീസ്. എജ്ജാതി ലുക്കാണ്, നമുക്ക് നോക്കി നോക്കാം. ബുഗാട്ടി നിങ്ങൾക്ക് കേട്ടിട്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ എജ്ജാതി കളർ ഗീസ്. വെള്ളയൊരു നീലയും ഒക്കെ പോലത്തെ കളർ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നീല കളറാണ്ട് നീലമയാണ് ഗീസ് വണ്ടി. എന്തുമില്ല ടയറാ. പിന്നെ നമുക്ക് വണ്ടി എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് പോകാം ഗീസ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ ഒരു വലിയ അറ്റംപ്റ്റാണ് കാണിക്കുന്നത്. നല്ല സ്പീഡുള്ള വണ്ടിയാണ്. കൺട്രോളിൽ കിട്ടിയില്ലെങ്കിൽ പെടും. നമ്മളെങ്ങനെയൊക്കെയോ വാതിൽ ചാടി കളിക്കേണ്ട കേസ് കണ്ടോ. തുറക്കാടയ്ക്കുക. ഇതാണ് നമ്മുടെ വീടിൻ്റെ നേരെ പോവാറായിട്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ വണ്ടി ചെന്നിടിക്കുന്നതായിരിക്കും. കൊണ്ടുവരുമ്പോൾ തന്നെ വണ്ടി കേടായി എന്ന് പറഞ്ഞാൽ നല്ല സങ്കടമാവില്ലേ എനിക്ക്.
അപ്പോൾ നമ്മുടെ വീടെത്തി ഒരു ബ്രേക്ക് പിടിക്കാൻ കറക്റ്റ് നിന്ന് കേസ് നമ്മുടെ നമുക്ക് കാർ പോയിട്ടൊന്നുമില്ല, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ കേസ് നമ്മുടെ കാർ പോയി. അവിടെ നമുക്ക് കൊണ്ടിടാം. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തു, കുറച്ച് ബാക്കിലേക്ക് എടുത്തു, ബ്രേക്ക് എവിടെയാ ആ ബ്രേക്ക് പിടിച്ചു. നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ പോവാം. അതിന് മുന്നേ നല്ല രസമുണ്ടല്ലേ ഇവിടെ നിന്ന് നോക്കാനായിട്ട്. കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കി നോക്കാം എന്തേലും കേടായിട്ടുണ്ടോന്ന്. അപ്പോൾ ഒന്നും കേടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് വീടിൻ്റെ ഉള്ളിൽ പോവാം. വീടിൻ്റെ ഉള്ളിൽ വീട് പൂട്ടാണ്ട് പോകേണ്ടി ഇനിയിപ്പോൾ വേറെ വല്ല കള്ളന്മാരും കയറി അമ്മയച്ഛൻ ജോലിക്കും പോയി. ചായ ഗ്ലാസ് ഇരിക്കുന്നുണ്ടല്ലോ 2 ഒന്ന് ചായ ഗ്ലാസ്സും ഒന്ന് അവിടെ ചായ ഗ്ലാസ് ഇരിക്കുന്നു, ഇവിടെ ഭക്ഷണം കഴിക്കണ മാത്രം ഇരിക്കും. ഇതെന്ത് കഥ ഇത്? എന്തായാലും വീട് അല്ല വണ്ടിയുടെ ലുക്കൊന്ന് നോക്കാം ഇനി. അവിടെ നിന്ന് നോക്കിയതല്ലേ, വാതിൽ തുറന്ന് നടക്കുന്നുണ്ട്, നമുക്ക് ഒന്ന് അടയ്ക്കാം. ഒറ്റയ്ക്ക് തുറന്നു വരും. ഇതെന്താ വല്ല പ്രേതം കയറിയ വണ്ടിയാണോ? തീ പോവും. നല്ല പട്ടപ്പെട്ടാന്ന് ഇരിക്കണ സൈലൻസർ 2 ഉണ്ട് ഗൈസ്. എന്താ ലുക്ക്! ഓ, വണ്ടീന് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടാലേ ഗൈസ് നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ വണ്ടിയുടെ ലുക്കൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ള ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ ഓൾ ഓഫ് യു.